ഒരുപാട് ഓർമ്മകൾ ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ ബേണി ഇപ്പോൾ ഒരു കമ്പോസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പി ജയചന്ദ്രനെ വിലയിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്, ഒപ്പം ലൈവ് പെർഫോമൻസ് ഉണ്ട്. മലയാളിയെ സംബന്ധിച്ച് പി ജയചന്ദ്രൻ ബാക്കിയാക്കുന്നത് എന്താണ് എന്നാണ് താങ്കളുടെ പക്ഷം? ഞാനിപ്പോൾ ഓർക്കായിരുന്നു, ഞാൻ ജയേട്ടൻ്റെ അവസാനത്തെ പാട്ട് കേട്ടപ്പോൾ വിങ്ങിപ്പോയി. അപ്പോൾ പഴയ കാര്യങ്ങൾ എന്നെ ഓർക്കായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത ഒരു മലയാളത്തെ പറ്റിയുള്ള, നമ്മുടെ മലയാള നാടിനെ പറ്റിയുള്ള ഒരു മനോഹരമായ ഒരു ഗാനം ജയേട്ടൻ്റെ ഇനി പുറത്തിറങ്ങാനുണ്ട് ഞങ്ങളുടെ. കൂടാതെ 2 ഹിന്ദുഭക്തി ഗാനങ്ങളും വെറൈറ്റി, ഇതെല്ലാം ഉടനെ തന്നെ പുറത്തിറങ്ങും. ജനങ്ങൾക്ക് 3 പാട്ട് കൂടി പുതിയതായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ജയേട്ടനെ പറ്റി പറയുമ്പോൾ ജയേട്ടൻ ഫുൾ ടൈം പാട്ട് പാടിക്കൊണ്ടിരിക്കും. അത് റാഫി സാബിൻ്റെ, സുശീലാമ്മയുടെ, MSVയുടെ പഴയ പാട്ടുകൾ, ബാബുക്കട, എല്ലാ പാട്ടുകളും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു ദിവസം ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ജയേട്ടൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഉടനെ ജയേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ ഒരുമിച്ച് ഈ എറണാകുളം വരെയുള്ള യാത്ര, അവിടെ നിന്ന് ഇവിടം വരെ ഞങ്ങളെ കൊണ്ടൊരു വാക്ക് പറയിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഫുൾ ടൈം 4-5 മണിക്കൂറോളം റാഫി സാബിൻ്റെ പാട്ട്. അത് അദ്ദേഹത്തിന് റാഫി സാബ് എത്ര പാട്ട് പാടിയിട്ടുണ്ടോ അത്രയും പാട്ടുകൾ ബൈഹാർട്ടാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് പാടും. കൂടാണ്ട് സുശീലമ്മയുടെ പാട്ട്, പിന്നെ പഴയ പാട്ടുകളെല്ലാം ജയേട്ടനെ കൊണ്ട് പാടിച്ചേക്കണ പാട്ടുകൾ. അപ്പോഴാണ് നമ്മുടെ ഗായിക സുജാത പറയുന്നത്, ജയേട്ടൻ 24 മണിക്കൂറും സാധകം ചെയ്യുന്ന ആളാണ്. അതിനൊക്കെ സാധകം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. സംഗീതം അത്രയ്ക്ക് മനസ്സിൽ മുറ്റി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജയേട്ടൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ വിശപ്പ് മറന്നു പോകും, അല്ലെ ക്ഷീണം മറന്നു പോകും. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗാനമേളൊക്കെ പ്രാക്ടീസ്, നമ്മുടെ ദാസിയേട്ടൻ്റെ ഷഷ്ടിപൂർത്തിയുടെ ഗാനമേള ഞങ്ങളെ കണ്ടക്ട് ചെയ്ത് 3-ാം ദിവസം രാത്രിയായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും തളർന്ന്. ആ സമയത്താണ് ജയേട്ടൻ വരുന്നത്. ജയേട്ടൻ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. അയ്യോ, ഈ സമയത്താണ് പറഞ്ഞത്. ഞാൻ ഒരു പാട്ടെങ്കിൽ നമുക്ക് പാടിച്ചിട്ട് നോക്കാം, ബാക്കി നമുക്ക് സ്റ്റേജ് നോക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജയേട്ടൻ പാരിജാതം തിരുമൊഴി നിർത്തണം എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ക്ഷീണവും പോയി. മാത്രമല്ല, ജയേട്ട ഇനിയും പാടെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 പാട്ടും കൂടി പാടിച്ചിട്ടാണ് ജയേട്ടനെ വിട്ടത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാനാലാപനത്തിന് വേണ്ട എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാഗായകനാണ് ജയേട്ടൻ. അതുകൊണ്ടാണ് ജയേട്ടൻ പാടുമ്പോൾ ഈ മാസ്മരിക അനുഭവം നമ്മൾക്ക് വരുന്നത്, മനസ്സിന് ഇത്ര വലിയ മാറ്റങ്ങൾ വരുന്നത്.